ഹലോ. സോ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ആ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടുവരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് പാർട്ടുകൾ കൂടെ ബാക്കിയുള്ളൂ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പാർട്ടുകളാണ്, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് മെയിൻലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സെവൻത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പോലത്തെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പവർ കൺസ്യൂംഡ് ഇൻ കോമ്പിനേഷൻ. സോ നമ്മൾ പവർ വരെയാണ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ബൾബ് ഇങ്ങനെ സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട് വിചാരിക്കാം. ആൻഡ് നമുക്കൊരു കണക്ഷൻ ഉണ്ട്, ബാറ്ററി കണക്ഷൻ. ഞാൻ അതിൻ്റെ ഇടയിൽ ഇനി വേറെ എന്തെങ്കിലും സ്വിച്ചും കാര്യങ്ങളും അതൊന്നും ഞാൻ ചേർക്കുന്നില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ബൾബ് P1 ഈ ബൾബ് P2 ആണ് കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കാം. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്യൂം ആണ്. കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുന്ന ബാറ്ററി സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജിന്ന് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. പവർ ടോട്ടൽ ക്യാൻ ബി റിട്ടൺ ആസ് I² × R സീരീസ്. ശരിയല്ലേ? ഇവിടെ ഈ പവറിന്റെ ഇക്വേഷൻ ആണ്, നമുക്കറിയാം I²RS എന്ന് പറയുന്നത്, അല്ലെ R എന്ന് പറയുന്നത്. ഞാൻ S എന്ന് എഴുതാൻ കാരണം സീരീസ് ആണ് കാണിക്കാനാണ്. ആൻഡ് ഈ P1 P2 അതായത് ബൾബിനെ നമുക്ക് രണ്ട് റെസിസ്റ്റർ ആയിട്ട് കണക്കാക്കാം. ആൻഡ് എന്താ, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ സീരീസ് കണക്ഷനിൽ കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. സോ RSന് എനിക്ക് R1 + R2 എന്ന് എഴുതാം. ശരിയല്ലേ? ഇതിൻ്റെത് ഇത് R1 ഇത് R2 ആണെങ്കിൽ then you can write it as I²R1 + I²R2. സോ സിംപ്ലി ഒന്നുമില്ല, പവർ ടോട്ടൽ എന്ന് പറയുന്നത് P1 + P2 ആയിരിക്കും ഈ കേസിൽ. ആൻഡ് ഇനി പാരലൽ കണക്ഷന്റെ കേസ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവിക്കാന്ന്. ഒരു ബൾബ് വേറൊരു ബൾബ് രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്താ, ഇവിടെ R1 R2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. ആൻഡ് R1 R2 ഉണ്ടെങ്കിൽ പവർ എങ്ങനെ കണ്ടുപിടിക്കുക? പവറിന്റെ ഇക്വേഷൻ ഞാൻ V²/RP എന്ന് എഴുതുന്നു. കാരണം എന്താ, ഈ പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് വോൾട്ടേജ് ആണ് എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ശരിയല്ലേ? സോ V²/RP എന്ന് എഴുതാം. സോ V² അവിടെ RPന്റെ ഫുൾ എന്താ, അതായത് ഇവിടെ R1 R2 ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ടേം എന്ന് പറയുന്നത് R1 R2 /R1 + R2. സോ R1 + R2 മുകളിലേക്ക് പോകും. സോ V²/R1 R2 × R1 + R2 ഇങ്ങനെയല്ലേ കിട്ടുക? ആൻഡ് ഇതൊന്ന് ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ V²R1/R1 R2 + V²R2/R1 R2 എന്ന് കിട്ടും. ആൻഡ് അത് നമുക്ക് ഈ R1 ഒക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ V²/R1 + V²/R2 എന്ന് കിട്ടും. ഓക്കെ. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് എന്താ, പി ടോട്ടൽ ക്യാൻ ബി റിട്ടൺ ആസ് ഇവിടെയും നമുക്ക് വരിക P1 + P2 തന്നെയാണ്. ആൻഡ് അഥവാ നമുക്ക് തന്നിരിക്കുന്ന ടേംസ് ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടും അതേപോലെ ഈ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ പവർ കണ്ടുപിടിക്കേണ്ടി വരും. സോ ബേസിക്കലി ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു ഐഡിയ കിട്ടിയാൽ മതി എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി. ഓക്കെ. ഇവിടെ ഞാൻ എന്തുകൊണ്ട് I²RS എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തുകൊണ്ട് എടുത്തില്ല? കാരണം ഡിഫറെന്റ് ആണ് ഓരോ ബൾബിനും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിനും പറയാം. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പവർ കൺസ്യൂംഡ് ഇൻ കോമ്പിനേഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. സോ ഇവിടെ ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചോദിക്കുന്നത്, ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ വാട്ട്സ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഹിയർ അങ്ങനെ ചോദിക്കുന്നത്. സോ ബേസിക്കലി
നമുക്ക് നമ്മളെ അടുത്ത് ഇക്വേഷൻ ഉണ്ട്. പി ടി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ പാരലൽ അല്ലെങ്കിൽ ആർ ഇക്വലന്റ് എന്ന് എഴുതാം. കാരണം ഇവിടെ പാരലൽ കണക്ഷൻ മാത്രമല്ലല്ലോ, ഒരു 4 ഓം കൂടെ അല്ലേ. സോ ഈ ആറും മൂന്നും സോൾവ് ചെയ്തിട്ട് എത്ര ഓം കിട്ടും? 2 ഓം കിട്ടും. ഇതൊക്കെ ഞാൻ പറഞ്ഞ വാല്യൂസ് ആണ്. 6 3 18 ബൈ 6 പ്ലസ് 3 9. ഓക്കെ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 18 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് 2 കിട്ടി, ആൻഡ് 2 ഈസ് സീരീസ് ടു 4 ഓം. സോ 6 ഓം എന്ന് കിട്ടും. സോ ഇത് എത്ര കിട്ടാ? 18 സ്ക്വയർ ഇൻറ്റു 6. 18 സ്ക്വയർ ഒന്നും എഴുതാൻ നിൽക്കരുത്. 18 18 ബൈ 6 എന്ന് എഴുതാം. ഓക്കെ. 3 18 3 എത്ര? 54. സോറി, ഓം അല്ല, വാട്ട്സ് ആണ്. പവർ അല്ലേ? യൂണിറ്റ് ഈസ് ഡബ്ല്യു വാട്ട്സ്. സോ 54 ഇവിടെ ആൻസർ ഉണ്ട്. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് ഇവിടെ കറണ്ട് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ പാരലൽ കണക്ഷനും രണ്ടും കൂടെ ഒക്കെ കൂടി വരുന്നതല്ലേ. സോ യു ഹാവ് ടു സോൾവ് അക്കോർഡിംഗ്ലി. ഓക്കെ. അതൊന്ന് നോക്കണം. ആ രണ്ട് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. ഓക്കെ. ആ, അതാ വേറെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാതെ പവർ ഡിസിപ്പേറ്റ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഈസ് 30 വാട്ട്സ്. 30 വാട്ട്സ് ആണ് പവർ എന്ന് തന്നിട്ടുണ്ട്. സോ പവർ ഈസ് നത്തിങ് ബട്ട് 30 വാട്ട്സ്. ഇക്വേഷൻ എന്താ? പി സ്ക്വയർ ബൈ ആർ ഇക്വലന്റ്. ഓക്കെ. ഇവിടെ ആർ ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കിയത്? നത്തിങ് ബട്ട് ഒരു പാരലൽ കണക്ഷൻ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5R ഡിവൈഡഡ് ബൈ 5 പ്ലസ് ആർ. ശരിയല്ലേ? സോ അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 30 is equal to v square divided by 5R into 5 plus R. സോ ഈ 5R ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 150R is equal to v square into 5 plus R. ഓക്കെ. സോ v സ്ക്വയർ എത്ര? 100 ആണ്. ആൻഡ് 100R ഇവിടെ വരും. ആൻഡ് പ്ലസ് 100 into 5. ശരിയല്ലേ? സോ 100നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും? 150 minus 100. So 50R is equal to 500 എന്ന് കിട്ടും. So R is nothing but 10. ഓക്കെ. മാത്തമാറ്റിക്സ് ആണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളേതായ മെത്തേഡിൽ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്താൽ മതി. എളുപ്പമാണ്, കിട്ടും. ഓക്കെ. സോ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റർ കോയിൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ്. സോ ബേസിക്കലി ഒന്നുമില്ല. നമ്മുടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഹീറ്റർ കോയിൽ ഇട്ടിട്ടുണ്ട് വിചാരിക്കുക. ഇതിന് ടി ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീരീസ് കണക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. സീരീസ് അതായത് ഒന്ന്, പിന്നെ അതിനോട് ചേർന്നിട്ട് വേറൊന്നും കൂടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ. സീരീസ് കണക്ഷൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഹീറ്റിംഗ് ടൈം വേണം. ഹീറ്റിംഗ് ടൈം ആണ് ഇമ്പോർട്ടന്റ്. ഹീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് T1 പ്ലസ് T2 ആയിരിക്കും. അതായത് ഒരു ഒരു കോയിലിന്റെ T1ഉം ഒരു കോയിലിന്റെ T2 ടൈം എടുത്തിട്ടാണ് ഹീറ്റ് ആവുന്നത് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ട്. സോ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്താൻ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടൈം ഇൻക്രീസ് ആവും. ഹീറ്റിംഗ് ടൈം ഇൻക്രീസസ് ആവും. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. നമുക്കറിയാം, രണ്ട് ഹീറ്റർ കോയിൽസ് വെച്ച് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റർ വെക്കുന്നതിന് തുല്യമാണ്. സോ സീരീസ് കണക്ഷനിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കൂടുക ചെയ്യാം. സോ പവർ കുറയും. കാരണം എന്താ? വി സ്ക്വയർ ബൈ ആർ എസ്, സോറി, വി സ്ക്വയർ ബൈ ആർ ഇക്വലന്റ്, അങ്ങനത്തെ ആർ എസ് തന്നെ, ആർ ഇക്വലന്റ് അല്ലെങ്കിൽ ആർ എസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി സ്ക്വയർ ബൈ ആർ എന്നല്ല ഇക്വേഷൻ. സോ ആർ കൂടിയാൽ പവർ കുറയും. പവർ കുറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കും ഹീറ്റ് ആവാൻ. ഓക്കെ. പവർ കുറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കും ഹീറ്റ് ആവാൻ. ഓക്കെ.
സോ അതാണ് ഇവിടുത്തെ കേസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരലലിന്റെ കേസിൽ ടൈം കണ്ടുപിടിക്കാൻ T1 T2 ഡിവൈഡ് ബൈ T1 + T2, നമ്മുടെ റെസിസ്റ്ററിന്റെ അതേ ഇക്വേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിം, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഒന്ന് മാത്രം അറിഞ്ഞു വെക്കുക, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് സ്ട്രെസ് ചെയ്യാതെ പറയുന്നത്. ആൻഡ് അതിന്റെ ചെറിയൊരു ഐഡിയ മാത്രം മനസ്സിലിങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇത് പാരലൽ കണക്ഷൻ, പാരലൽ സീരീസ്, സീരീസും പാരലൽ. ഓക്കെ, ദെൻ ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും, ഇഫ് യു നോ ദ ഇക്വേഷൻ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ബേസിക്കലി ഇതൊക്കെ എളുപ്പമാണ്, പക്ഷെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഷടപടയും ചെയ്യാം. ഓക്കെ, സോ എന്താ ക്വസ്റ്റൻ എന്താ? An electric kettle has two heating coils. When one of the coil is connected to an AC source, the water in the kettle boils in 10 minutes. സോ ഒരു ഹീറ്റർ കോയിൽ വെച്ച് കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. വെൻ ദ അതർ കോയിൽ ഈസ് യൂസ്ഡ്, ദ വാട്ടർ ബോയിൽസ് ഇൻ 40 മിനിറ്റ്സ്. T2 എന്ന് പറയുന്നത് 40 മിനിറ്റ്സ് ആണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ. എന്താ, ഒന്ന് എടുക്കുന്ന ടൈം T1, ഒന്ന് എടുക്കുന്ന ടൈം T2 ആണെങ്കിൽ ദ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ കണക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? സോ ടൈം എന്ന് പറയുന്നത് ഈക്വൽ, ആ റെസിസ്റ്ററിന്റെ അതേ ഇക്വേഷൻ ആണ്, T1 T2 ഡിവൈഡ് ബൈ T1 + T2. സോ ബേസിക്കലി 40 × 10 ഡിവൈഡ് ബൈ 50, 10 ക്യാൻസൽ, 8 മിനിറ്റ്. സോ നമുക്ക് ആൻസർ കിട്ടി 8 മിനിറ്റ് എന്ന്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, അഥവാ സീരീസ് ആയിരുന്നെങ്കിൽ ഞാൻ എഴുതുന്നു, ഇഫ് ഇറ്റ് വാസ് സീരീസ് ആയിരുന്നെങ്കിൽ T1 + T2 ആവുമായിരുന്നു. ദാറ്റ് മീൻസ് 50 മിനിറ്റ്സ്. കണ്ടോ, ഇതിന്റെ ഒരു കേസ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്ററിന്റെ കേസിൽ പാരലൽ കോമ്പിനേഷനിൽ 2 റെസിസ്റ്റർ വെച്ചു എന്ന് വിചാരിക്കുക, R1 R2. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് രണ്ടിനെക്കാട്ടും ചെറുതായിട്ടുള്ള വാല്യൂ ആയിരിക്കും. കണ്ടോ, ഇവിടെ കിട്ടിയുണ്ടോ, 14 10 ആണ് എടുത്തത്, ആൻഡ് യു ഗെറ്റ് 8 മിനിറ്റ്സ്. സോ പാരലൽ കോമ്പിനേഷന്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് കൂടിയാണിത്. ആൻഡ് സീരീസ് ആകുമ്പോൾ രണ്ടിനെക്കാട്ടും കൂടുതലും ആയിരിക്കും, നമ്മൾ എടുത്ത രണ്ടെണ്ണത്തിനെക്കാട്ടും കൂടുതലായിരിക്കും ഇക്വലന്റ് എന്ന് പറയുന്നത്. ആ ഒരു കേസ് തന്നെയാണ് ഇവിടെ വരുന്നത് ടൈമിന്റെ കേസിലും. സോ കൂടുതൽ സമയം എടുത്ത് ചൂടാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, സീരീസിലാക്കുക, അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ ഇനി പറയാൻ പോകുന്ന കാര്യം, നമ്മളിപ്പോ കുറെ യൂണിറ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടതാണ്. ബേസിക്കലി പവർ വാട്ട്സിൽ പറയും, എനർജി ജൂളിൽ പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലും അങ്ങനത്തെ കേസിലൊക്കെ, ബിൽഡിങ്സ്, കോളേജില്, സ്കൂളില്, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജീനെ ഇവർ വേറൊരു യൂണിറ്റിലാ പറയാ. നമ്മൾ പറയും ഒരു യൂണിറ്റ് കറണ്ടിന് ഇത്ര പൈസയാണ് SEB കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ഒരു യൂണിറ്റിന് ഇത്ര പൈസ കൂട്ടി അല്ലെങ്കിൽ കുറച്ചു, അങ്ങനത്തെ കേസ് പറയും. സോ വാട്ട് ഈസ് ദിസ് യൂണിറ്റ്? ആ യൂണിറ്റ് ആണ് 1 kWh. kWh. സോ ബേസിക്കലി K സ്മോൾ ലെറ്റർ ആണ്, ഞാൻ എഴുതിയപ്പോൾ കുറച്ച് ക്യാപിറ്റൽ ആയി പോയിക്കണം. ആൻഡ് W ക്യാപിറ്റൽ ആണ്, H സ്മോൾ ആണ്. അങ്ങനെയാണ് എഴുതുക. ഒന്നുകൂടെ എഴുതാം, kWh. ഓക്കെ, kWh. ഇതാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ്. സോ ഇതും നമ്മുടെ ജൂളായിട്ടൊക്കെ ബന്ധമുണ്ട്, ഞാൻ പറയാം. സോ ബേസിക്കലി എന്താണ് ഒരു kWh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയല്ലോ ഒരു 1 hour കൊണ്ട് 1 kilowatt പവറുള്ള ഒരു അപ്ലയൻസ്, അതായത് നമ്മുടെ എന്തെങ്കിലും മിക്സിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉപകരണം, മിക്സിക്കൊന്നും അത്ര ഇല്ല ഞാൻ പറയാം, അത്രയും പവറുള്ള ഒരു ഉപകരണം, ഒരു 1 kW
പവറുള്ള ഒരു അപ്ലയൻസ് എന്ത് ചെയ്യുന്നു? കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന എനർജി. ഓക്കെ. സോ ഇതാണ് ബേസിക്കലി 1 kW hour എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. 1 hour കൊണ്ട് 1 kW പവർ ഉള്ള ഒരു അപ്ലയൻസ് ഉണ്ടാക്കുന്ന എനർജി അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന എനർജി. സോ ബേസിക്കലി നമുക്കറിയാം പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈം ആണ് അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം ആണ്. സോ നമുക്ക് ഇവിടുന്ന് എനർജി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാൻ പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ 1 kW എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. പവർ നമുക്ക് വന്നിട്ട് കിലോ വാട്ട്. കിലോ വാട്ടിനെ വാട്ടിലേക്ക് മാറ്റിയ 10⁻³ വാട്ട് ഇൻറ്റു ടൈം എത്രയാ? 1 hour. 1 hourനെ സെക്കൻഡിലേക്ക് മാറ്റിയ 60 × 60. സോ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നത് 3600 × 10⁻³ അഥവാ 3.6 × 10⁻6 ജൂൾ. ഇത്രയും ജൂളാണ് 1 kW hour. ഓക്കെ, ഒരു വലിയ എനർജിയാണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ് നമുക്ക് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജീന്റെ കേസ് വരുന്നത്. സോ അതിന്റെ ഒരു കൺവേർഷൻ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ഉദാഹരണത്തിന് ഇത്ര സമയം കൊണ്ടുണ്ടാക്കുന്ന എനർജി എത്ര? ഇപ്പോ 1 kW പവർ ഉള്ള ഒരു അപ്ലയൻസ് ½ കൊണ്ട് ഉണ്ടാക്കുന്ന എനർജി ജൂളിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പകുതിയല്ലേ, ½ kW hour. സോ ആ ഒരു ഐഡിയ ഒക്കെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ കൺവേർഷൻ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. സോ അതാണ് ഈ ഒരു പാർട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ആൻഡ് യു ഹാവ് ടു നോ ദിസ്. ഇതിനെയാണ് നമ്മൾ 1 യൂണിറ്റ് എന്ന് വിളിക്കുക. അതായത് നമ്മൾ 1 യൂണിറ്റിനുള്ള പൈസ ആയിട്ടാണ് KCB ഇങ്ങനെ സെറ്റ് ചെയ്യുക അവരുടെ ഒരു ഫണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ 100ആണോ മിനിമം ചാർജ് അല്ലാതെ, ഐ തിങ്ക് 100 80 അതിന്റെ റേഞ്ചിൽ എന്തോ ആണ് ഇത് വരുന്നത്. കറണ്ട് ബില്ല് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കറണ്ട് ബില്ല് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം. അതിൽ എഴുതിയിട്ടുണ്ടാവും യൂണിറ്റിന്റെ ചാർജ് എത്രയാണ്. ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, സോ ഇതും ഇനി നമ്മുടെ സിലബസിൽ എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട 1 2 കാര്യങ്ങൾ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അഥവാ എവിടെയെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ബേസിക്കലി നമുക്ക് കുറച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആൻഡ് യു നോ ദാറ്റ്, പ്രിറ്റി ഷുവർ. നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഒന്ന് അമ്മീറ്റർ, പിന്നെ ഒന്ന് വോൾട്ട് മീറ്റർ, പിന്നെ ഒന്ന് ഗാൽവനോമീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഗാൽവനോമീറ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അത് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് സിംപ്ലി ഇപ്പോൾ നിലവിലുള്ള അമ്മീറ്റർ, നിലവിലുള്ള വോൾട്ട് മീറ്റർ, അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം. ഓക്കെ, സോ ബേസിക്കലി അമ്മീറ്റർ എന്തിനാ? മെഷേഴ്സ് കറന്റ്. മെഷേഴ്സ് കറന്റ് സംഭവം. അമ്മീറ്റർ വളരെ ചെറിയ കറന്റിനെ മെഷർ ചെയ്യില്ല. വളരെ ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കറന്റിനെ മെഷർ ചെയ്യില്ല. അതിനാണ് ഗാൽവനോമീറ്റർ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് മെഷേഴ്സ് കറന്റ്. ഇതിനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ സർക്യൂട്ട്സ്. അതായത് സർക്യൂട്ട്സിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരു സീരീസ് കണക്ഷനിൽ നിങ്ങൾക്കറിയാം കറന്റ് സെയിം ആണ് എല്ലാത്തിനും. ഇപ്പൊ ഒരു കുറച്ച് റെസിസ്റ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ കറന്റ് സെയിം അല്ലേ? സി എന്ത് കണക്ഷനിൽ? സീരീസ് കണക്ഷനിൽ. സോ അമ്മീറ്റർ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബൾബ് ഉണ്ട് വിചാരിക്കുക. ആ ബൾബിലൂടെ പാസ് ചെയ്യുന്ന അതേ കറന്റ് തന്നെ ആയിരിക്കും അമ്മീറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. സോ വി ക്യാൻ മെഷർ കറന്റ് അക്കോർഡിംഗ്ലി. ആ ഒരു ഐഡിയയിലാണ് എന്താ പറയാ ഈ ഒരു അമ്മീറ്റർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ ഈസ് നിയർലി സീറോ. ഇതാണ് ഐഡിയൽ കേസ്. ആൻഡ് ഐഡിയൽ അല്ലാത്ത കേസിൽ ചിലപ്പോൾ മാറാറുണ്ട്. ബേസിക് ഐഡിയൽ എന്ന് പറഞ്ഞാൽ തന്നെ ഐഡിയൽ ആണ്. അങ്ങനെ ഒരു കേസ് ഇല്ല, മേ ബി, മീൻസ് ദർ വിൽ ബി. കാരണം അതിൻ്റെ ഉള്ളിലുള്ളതും വയേഴ്സും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്.
സോ അതുകൊണ്ട് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, അമ്മീറ്റർ ഓഫർ ചെയ്യും. പക്ഷെ ഇവൺ ദോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ അറിയില്ലേ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നമുക്കൊന്നും ഇല്ലാതിരിക്കുന്നതിനെക്കാട്ടി നല്ല നമ്മൾ ഒരു 99% അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നതല്ലേ. സോ ഒരർത്ഥത്തിൽ അമ്മീറ്റർ ഇസ് സോ ഗുഡ്. ആൻഡ് ഇതിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് നമ്മളിപ്പോ പലതരം എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നാട്ടിൽ പോകുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ എല്ലാം കൂടിയുള്ള ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എല്ലാം ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതിൽ ഇടാൻ മറന്നു അതിന്റെ പിക്ചർ. ഓക്കെ, അതിന് മൾട്ടിമീറ്റർ എന്ന് വിളിക്കാം. എന്തായാലും നിങ്ങൾ കാണാൻ വഴിയുണ്ട്, രണ്ട് കൊമ്പൊക്കെ ഉണ്ടാവും, എന്നിട്ട് അത് എവിടെയെങ്കിലും കുത്തി വെക്കുന്നത് കാണാം. ദെൻ യു ക്യാൻ മെഷർ. ഓക്കെ, മൾട്ടിമീറ്റർ. പിന്നെ മൾട്ടിമീറ്റർ ഒക്കെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ കാലം ഒരുപാട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകത എന്താ? നേരത്തെ അമ്മീറ്റർ പറഞ്ഞ പോലെ വോൾട്ട് മീറ്റർ എന്തിനാ? വോൾട്ടേജ് അളക്കാൻ. ടു മെഷർ വോൾട്ടേജ്, ടു മെഷർ വോൾട്ടേജ്, ടു മെഷർ വോൾട്ടേജ്, ടു മെഷർ വോൾട്ടേജ്. Then it is connected parallel to the circuit. ഇതിന്റെ കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. എന്താ, രണ്ട് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒന്ന് റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ. റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ ഈസ് ഇൻഫിനിറ്റ്. ഓർ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഇത് പറയാം. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണെന്നല്ലേ പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ട് മീറ്റർ ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസോ ബൾബോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെയായിരിക്കും ഈ വോൾട്ട് മീറ്ററിന് സംഭവിക്കുക. അല്ലെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ ആണ് രണ്ടിനും എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയാം. ശരിയല്ലേ? സോ ഇൻ ദാറ്റ് സെൻസ് അതുകൊണ്ടാണ് വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതെന്താ വെച്ചാൽ ഒരു ഐഡിയ ആയിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ. പലരും നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും അമ്മീറ്റർ എപ്പോഴും സീരീസ് ആണ്, വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആണ്. വൈ എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം. ആൻഡ് നമുക്ക് പറയാം വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. മറ്റേതിന്റെ കേസിൽ എന്താ പറയുക, സീറോ ആയിരുന്നു. ഇവിടെ ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ഇൻഫിനിറ്റ് ആണെങ്കിൽ കറണ്ട് ഇതിലൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഇതിലൂടെ ഇതിൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറച്ച് കുറവാണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്തിട്ട് എന്താ പറയാ ചെറിയ തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഭയങ്കര അത്രയും വലിയ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. സോ ബേസിക്കലി വലിയൊരു റെസിസ്റ്റൻസ് അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യും. അതാണ് ബേസിക്കലി ഈ വോൾട്ട് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ആ ഡിഫ്ലക്ഷന്റെ അളവ് വെച്ചിട്ട് നമ്മൾ ഒരു വാല്യൂ കൊണ്ട് പറയും, മീൻസ് മെഷർ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, ആ ഒരു ഐഡിയ വെക്കുക. ആൻഡ് ഇവിടെ തന്നെ ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ടൈനി കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ടൈനി കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് മൾട്ടിമീറ്റർ 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 സോ മൾട്ടിമീറ്ററിന്റെ പ്രത്യേകത ഓൾ ഇൻ ഓൾ എല്ലാം ഉണ്ട്. അതിൽ റെസിസ്റ്റൻസ് അളക്കാം, കപ്പാസിറ്റൻസ് അളക്കാം, എല്ലാം ഒരു തിരിക്കുന്ന സ്വിച്ച്. ഞാൻ പിക്ചർ വെക്കാൻ മറന്നുപോയി. ഓക്കെ, ഒരു തിരിക്കുന്ന സ്വിച്ച് ഉണ്ട് അതിന് സെൻട്രൽ. സോ സെൻട്രലിലുള്ള സ്വിച്ച് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഏതാണോ മെഷർ ചെയ്യേണ്ടത് ആ റേഞ്ചിലേക്ക് മാറ്റാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പൊ വോൾട്ട് മീറ്ററിന് ചിലപ്പോ 10⁻² വരെയുള്ള വോൾട്ടേ അളക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 10 വരെ, 0 to 10, 0 to 100, അല്ലെങ്കിൽ 10⁻², to 10⁻³ to 10⁻³ to 10⁻², ഈ ഒരു റേഞ്ചിലൊക്കെ ആവും കൊടുത്തിട്ടുണ്ടാവുക.
ആൻഡ് ഒരു ഇൻസ്ട്രുമെന്റ് ഈ ഒരു ഒറ്റ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റേഞ്ചിലുള്ള മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. ആൻഡ് അതിന്റെ മുകളിലേക്ക് ഒരു കറണ്ട് വോൾട്ടേജോ കറണ്ടോ വന്നാൽ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റൂല. സോ ബേസിക്കലി ഈ മൾട്ടിമീറ്ററിൽ ഉള്ള നടുവിലുള്ള ഒരു തിരിക്കുന്ന സാധനം, സെൻറ്ററിലെ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല റേഞ്ചിലേക്ക് മാറ്റാം. 10⁻³ 10⁻⁴ അപ്പൊ അത് വേറെ, അതാണ് ഒരു ലിമിറ്റ് കൊടുക്കുക. അത് വേറെ ഉള്ളത് അളക്കാൻ വേണ്ടി പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. സോ അങ്ങനെ കുറച്ച് ഗുണങ്ങളുള്ള സാധനമാണ് മൾട്ടിമീറ്റർ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ വീട്ടിലെ ഒരു ഇലക്ട്രീഷ്യൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് വെറുതെ ഇങ്ങനെ എടുത്ത് പോയി നിൽക്കുക, പുള്ളി ഉപയോഗിക്കുന്നത് കാണാം. ഓക്കെ, അവർക്ക് ഭയങ്കര പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അവർക്ക് തിയറി ഒന്നും അറിയുന്നുണ്ടാവില്ല. ഇത് വോൾട്ട് മീറ്റർ ആണ്, വോൾട്ട് മീറ്റർ മീൻസ് മൾട്ടിമീറ്റർ ആണെന്ന് അറിയാം. ആൻഡ് അതിൻ്റെ ഉള്ളിലുള്ള ഓമ് അങ്ങനത്തെ കാര്യങ്ങളും ചിലപ്പോൾ വലിയ ഐഡിയ ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ വോൾട്ടേജും കറണ്ട് മാത്രമേ അളക്കുന്നുണ്ടാവുള്ളൂ. ആൻഡ് യു ക്യാൻ ടെൽ ദം ആൻഡ് ദേ വിൽ ടെൽ യു സ്മോൾ സ്മോൾ ഡീറ്റെയിൽസ്. സോ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഉപകരണം കാണുന്നത് ഇതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് നിന്നാണ്. ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ വോൾട്ടേജ് അളക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് വോൾട്ട് മീറ്റർ ഒക്കെ വോൾട്ട്, അപ്പൊ പുള്ളിക്ക് വോൾട്ട് മീറ്ററിനെ കുറിച്ച് വലിയ ധാരണ അത്രയില്ല. പക്ഷെ ആ, സംഭവം എന്താ വെച്ചാൽ അതിനെക്കാട്ടി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ് അതിന്റെ സാധനം ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോഴും വോൾട്ട് മീറ്ററിലൊക്കെ ഇങ്ങനെ തപ്പി തടഞ്ഞു നിൽക്കുന്നുള്ളൂ, പഠിക്കുന്ന മീൻസ് സിലബസിലെ. ആൻഡ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പഴയ സാധനങ്ങൾ അറിഞ്ഞാലേ പുതിയത് പഠിക്കാൻ പറ്റൂ, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഇല്ലേ. മീൻസ് യു ഹാവ് ടു നോ ദ ഹിസ്റ്ററി ടു ഗോ ഫോർവേഡ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ദെൻ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണിത്. ഇത് നമുക്ക് സിംപ്ലി പറയാം, നമ്മുടെ വി സ്റ്റോൺ ബ്രിഡ്ജ് വിറ്റ്സം ബ്രിഡ്ജിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ്. ഈ സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഈസ്റ്റേൺ ബ്രിഡ്ജ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ഒരു പിക്ചറൊക്കെ വരച്ച് ചെയ്താണ്. ഓക്കെ, കാൽവനോമീറ്റർ. ഓക്കെ, ഇതായിരുന്നു നമ്മളെ ഈസ്റ്റേൺ ബ്രിഡ്ജിന്റെ സെറ്റപ്പ്. സോ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, ജസ്റ്റ് നെയിം കൊടുക്കുന്നുള്ളൂ. സോ ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പേരും R1/R2 ഇസ് ഈക്വൽ ടു R3/R4 അങ്ങനെയൊന്നും പഠിക്കരുത്. ലെഫ്റ്റ് ആം റൈറ്റ് ആം, റൈറ്റ് ആമിലെ ലെഫ്റ്റ് ആമിലെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ ഈക്വൽ ആവുന്ന കണ്ടീഷൻ വന്നാൽ, അതായത് ഇപ്പോൾ R/B/Q, സോറി, R/P ഈസ് ഈക്വൽ ടു Q/S. കണ്ടോ, R/P ലെഫ്റ്റ് ആം, Q/S. അപ്പൊ നമുക്ക് നേരെ തിരിച്ചും പറ്റില്ലേ, P/R S/Q. യാ, ഇറ്റ്സ് പോസിബിൾ. ഈ ഒരു റേഷ്യോ സെയിം ആയാൽ ഇതിലൂടെ കറണ്ട് ഒഴുകൂല. ഏതിലൂടെ? ആ ഗാൽവനോമീറ്റർ, നടുവിൽ വെച്ച ഗാൽവനോമീറ്റർ കണ്ടില്ലേ, അതിലൂടെ ഒഴുകൂല, കറണ്ട് ഒഴുകൂല. അതാണ് നമ്മുടെ എന്ത് ഈസ്റ്റേൺ ബ്രിഡ്ജിന്റെ സെറ്റപ്പ്. ആൻഡ് അതിന്റെ ഒരു വലിയ വേർഷൻ ആയിട്ട് ഇതിനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് മീറ്റർ ബ്രിഡ്ജ്. ആൻഡ് ഇതിന് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇതിലുള്ള ഒരു കുറെ പാർട്സ് ഉണ്ട്, ഞാൻ കുറച്ചൊക്കെ പറയാം. നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ ഓർ ടങ്സ്റ്റൺ പോലത്തെ അത്യാവശ്യം കോൺസ്റ്റന്റൈൻ ഓർ മാൻഗനീൻ മാൻഗനീൻ അങ്ങനെ കുറച്ച് കാഠിന്യമുള്ള മെറ്റൽസ് ആണ് വെക്കുക. ആൻഡ് ഇവർക്ക് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ആൻഡ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. അതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ സിമ്പിൾ ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ലോ മീൻസ് അതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് കുറച്ചു നേരം കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ വാല്യൂ വയലേറ്റഡ് ആയി പോകും. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈ റെസിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് കട്ടിയുള്ള ആൾക്കാരെയാണ് വെക്കുക, മനക്കരുത്തുള്ള ആൾക്കാരെയാണ് വെക്കുക. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഈ ഒരു പാർട്ടിന്, ഞാനിപ്പോ 1 എന്ന് എഴുതിയ ഈ ഒരു പാർട്ടിന്, 2 എന്ന് എഴുതിയ ഈ പാർട്ടിന് എന്ത് ചെയ്യാം, ഇതുപോലെ ലെഫ്റ്റ് ആമും റൈറ്റ് ആമും ആയിട്ട് എടുക്കാം. ആൻഡ് ഇക്വേഷൻ വരുന്നത് R/P
എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ മീൻസ് ഡയമെൻഷനലി എന്താ പറയാ, ഡയമെൻഷനലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ L/100 - L. ഓക്കെ, ഈ ഡയമെൻഷനലി ഈക്വൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കത്താൻ ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഈ ആറും എക്സും ഓരോ എന്താണ് റെസിസ്റ്റൻസുകളാണ്. ഇൻ ദ സെൻസ് ഈ ആറ് നമുക്ക് തന്നിരിക്കുന്ന നോൺ റെസിസ്റ്റൻസും എക്സ് അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് അറിയാത്തത്. ആൻഡ് ബേസിക്കലി ഈ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ അപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഒന്നെങ്കിൽ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലാബോറട്ടറിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ് വീസ്റ്റൺ ബ്രിഡ്ജ്. ശരിയല്ലേ? ആൻഡ് അതിന് വേറെയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഞാൻ അന്ന് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത ഉം, ഇങ്ങനെ അൺനോൺ റെസിസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ആൻഡ് എനിക്കറിയില്ല, നിങ്ങൾ +2 ഇതൊക്കെ പ്രാക്ടിക്കൽസിനും പഠിക്കാനുള്ള ഒരു സാധനമാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ബേസിക്കലി നമ്മൾ ഈ എല്ലാം അളക്കും, എല്ലാം അളന്നാൽ ബാക്കിയൊക്കെ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് നമുക്ക് നോൺ റെസിസ്റ്റൻസ് ആണ്, ആൻഡ് L/100 - L. സോ ബേസിക്കലി നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാം അളക്കാൻ വേണ്ടി പറ്റുക. സോ ആ എല്ല് മാറിയും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. സോ ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്തിട്ട് ആൻസർ എടുക്കുക. ദിസ് എൽ. ഓക്കെ. ഓക്കെ, ഞാൻ വല്ലാണ്ട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ബേസിക്കലി നമുക്ക് ഈ ആറും എക്സും എല്ലാം ഒക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. സോറി, ആറും എക്സും എല്ലോ അതിൽ ഏതെങ്കിലും ഒന്ന് തരും, ഒന്നല്ല രണ്ടെണ്ണം തരും. രണ്ടെണ്ണം തന്നാൽ മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ മീറ്റർ ബ്രിഡ്ജിന്റെ കേസ്. ഞാൻ പരമാവധി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു എന്താ പറയാ, നിങ്ങളറിയില്ല ഏയ് വാക്കെന്താടാ, വാക്കെന്താ, ദൗത്യം. സോ അതാണ് എന്റെ ദൗത്യം. സോ അതുകൊണ്ട് മാത്രം ഞാൻ വളരെ ചുരുക്കത്തിൽ മീറ്റർ ബ്രിഡ്ജിനെ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഇത്രയ്ക്ക് ധാരാളമാണ്. ആൻഡ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടോ. ഇൻ എ മീറ്റർ ബ്രിഡ്ജ് ദ ബാലൻസിംഗ് ലെങ്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് വെൻ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഓഫ് 1 ohm ഈസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ് ഈസ് ഫൗണ്ട് ടു ബി 20 cm. ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. സോ ഇവിടെ ബേസിക്കലി തന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ പിക്ചർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് എൻഡിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ആസ് 1 ohm ആൻഡ് ആറ് നമുക്കറിയില്ല. ഈ എക്സ് എപ്പോഴും എക്സ് തന്നെ ആണെന്നില്ല, എന്താ പറയാ, അൺനോൺ റെസിസ്റ്റൻസ് മറ്റേതാവാം. സോ അതാണ് ഇവിടുത്തെ ഈ പിക്ചറിന്റെ പ്രത്യേകത. ഓക്കെ, ഇൻ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ് ലെങ്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് വെൻ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഓഫ് 1 ohm ഈസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ് is found to be 20 cm. The value of unknown resistance is then ഇത് 20 cm ആണ്. ഞാൻ ഇവിടെ പറയാൻ വിട്ട ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഈ L സെന്റിമീറ്ററിലായിരിക്കും. ഓക്കെ, ഇതൊരു മീറ്റർ സ്കെയിൽ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്, 100 cm സ്കെയിൽ. ഓക്കെ, സോ അത് സെന്റിമീറ്ററിലായിരിക്കും ഉണ്ടാവുക, 80 cm. സോ ഇതൊന്ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ R/X is equal to L/100 - L. സോ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സ് 1 ആണ്. 1 ഇൻറ്റു എൽ എത്രയാണ്, 20. 20/100 - L. 100 - 20 is 80. So you will get 1/4. R is nothing but 1/4 ohm. That is 0.25 ohm. ഇത്രേ ഉള്ളൂ. സോ ഇതുപോലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ മീറ്റർ ബ്രിഡ്ജിന്റെ ഒന്ന് നോക്കുക, കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഞാൻ നമ്മൾ ലൈവ് എടുത്ത സമയത്ത് മാക്സിമം എല്ലാ ടോപ്പിക്സും പറഞ്ഞു. ആൻഡ് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും വലിയ ചാപ്റ്റർ അല്ലെങ്കിൽ +2 +2 ഫിസിക്സിൽ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ആൻഡ് റേ ഒപ്റ്റിക്സ് ഒക്കെ നല്ല വലിപ്പമുള്ളതാണ്. പക്ഷേ ഈവൻ ദോ ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, 2 3 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മുക്കും മൂലം അരിച്ച് പെറുക്കിയിട്ടാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്
ഇനി നിങ്ങളുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. സോ താങ്ക് യു. ചാപ്റ്റർ അപ്പോൾ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് വേറെ ഒരു ദിവസം കാണാം. ഓക്കെ, സീരിയലിലൊക്കെ പോലെ അല്ലേ. സോ ബൈ.